ഏഴാം മാസത്തിൽ തന്നെ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് പള്ളേന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായിരിക്കണം, എനിക്ക് ഒരു പ്രസവത്തിൻ്റെ ഒരു അസ്വസ്ഥത എനിക്ക് അപ്പം വന്നിട്ടുണ്ട്. മരണപ്പെട്ടിട്ടും ഈ ഡോക്ടർമാരത് മാസം ചെക്കപ്പിന് പോയിട്ട് കണ്ടില്ലത് അങ്ങനെ കുട്ടി മരിച്ച് കിടക്കുന്നത്. അസ്സലാമലൈക്കും. കൈ തരുന്നുണ്ട് ഞങ്ങൾ, ഇത് പോരെ, ഇത് മതി നമുക്കല്ലേ. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരാളെ പരിചയപ്പെടാനും സമൂഹത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടിയുള്ള ഒരു വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഏതായാലും നമുക്ക് മറ്റുള്ള വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് സംസാരിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്താ വർത്താനോ? ഇന്ന് മനസ്സിലായാ? ഷിയാബൊക്കെയാണ്. മനസ്സിലായിക്കണല്ലേ? അതാ ചിരിക്കണത്. അപ്പോൾ അക്കുമോൻ ഞങ്ങൾ ഓനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിട്ടാണ് വന്നിങ്ങനെ. ചോക്ലേറ്റ്, ചോക്ലേറ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ട സാധനമാണ്. ബാക്കി അക്കുമോന് എനിക്ക് ഇഷ്ടമല്ല ചോക്ലേറ്റ്. ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ കാണിക്കാന്ന് പറഞ്ഞ ഇതാണ് നമ്മളെ സുഹൃത്ത് കോയമോൻ്റെ മകൻ അക്കു. കോയമോന് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശത്താണുള്ളത്. അപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് അക്കുമോനിതാ ഈ കിടത്തം കിടക്കുകയാണ്. അക്കുമോന് ഈ കിടത്തം കഴിഞ്ഞ 25 വർഷമായിട്ട് കിടക്കുകയാണ്. ജന്മനാളുള്ള ഒരു അസുഖം, അത് ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ അവൻ്റെ മാതാപിതാക്കൾ അവനൊരു കുറവും വരുത്താതെ ഇത്ര കാലം വളരെ സ്നേഹത്തോടും വളരെ സന്തോഷത്തിൽ തന്നെയാണ് അവൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് ആള്. നമ്മൾ വരാത്ത പ്രശ്നമുള്ളൂ, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരുമ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വന്ന് കണ്ട് അവനെ സന്ദർശിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പറയാനുള്ളത്, ഇത്രയും ആളുകളെ സന്ദർശിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതിപ്പോ പറഞ്ഞറിയിക്കാത്തപ്പോൾ കണ്ടില്ല. ഞങ്ങൾ അക്കുമോന്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അപ്പമുള്ള ചിരി ആള് ഇതുവരെ ആ ചിരിക്ക് മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഇത്ര ആളുകളൊക്കെ സന്ദർശിക്കുക, അവർക്കൊരു സംഭവം. നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റോ നമുക്ക് നഷ്ടപ്പെടുള്ളൂ. പക്ഷെ അവർക്ക് ആ ഒരു വേറൊരാൾ വരുന്നത് വരെ അവരുടെ ജീവിതത്തിൽ ആ ഒരു സന്തോഷം നിലനിൽക്കും. അപ്പോൾ ഇതുപോലെ മറ്റേ വിശേഷാവസരങ്ങൾ, ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞ മാതിരി വിശേഷാവസരങ്ങളിൽ പെരുന്നാള്, അതുപോലെ തന്നെ ജന്മദിനങ്ങള്, കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ആളുകളെ പോയി സന്ദർശിച്ചാണ്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കുക. കുട്ടികളെ, കാരണം പടച്ചോൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്കൊരു കോട്ടമില്ലാതെ. പക്ഷെ ഇപ്പൊ അക്കുമോനെ അപ്പൊ നമ്മള് എന്നിട്ട് പോലും നമ്മൾ അഹങ്കരിക്കാണ്. നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ കാണണം. നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ കോട്ടം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൂടുക കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അതിപ്പോ 1-2 25 വർഷമായിട്ട് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 6 മാസം മുതൽ 13 വർഷം വരെ ഞങ്ങൾ ഇവനെ ഫിസിയോതെറാപ്പിയായിട്ടും ഡോക്ടർമാരായിട്ടും പല ചികിത്സകളും ഇവനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 13 വർഷത്തിന് ശേഷമാണ് ഇവനക്ക് ഇനി ചികിത്സ ചെയ്തിട്ട് ഇനി കാര്യമില്ല ഫലിക്കൂല എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ എപ്പോഴും ആ 26-ാം മാസത്തിൽ തുടങ്ങിയ മരുന്ന് ഗുളികയും അവനക്ക് വിടാതെ കൊടുക്കും. ആ മാതാപിതാക്കളൊരു മനക്കരുത്താണ് നമ്മളിവിടെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. കാരണം നോക്കണ മാതാപിതാക്കൾക്കും ഭയങ്കര കാരണം ഓല രണ്ടാളെ ജീവിതം ഒഴിവാക്കിയിട്ടാണ് ഇങ്ങനത്തെ കുട്ടികളെ നോക്കുന്നത്. ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ മറ്റുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ഒന്നും ഇവർക്ക് പോകാൻ പറ്റൂല. കാരണം ഇങ്ങനത്തെ ഒരു മോനെ വിട്ടുകാണ്ട് അവരെ മനസ്സ് സമ്മതിക്കില്ല. ഇനിയിപ്പോ പോയാൽ തന്നെ ഏറ്റവും സ്പീഡിലും എന്റെ മകന്റെ അടുത്ത് എത്തട്ടെ എന്നുള്ള ചിന്തയിലാണ് അവിടെ നിൽക്കുക. അതുപോലെ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികൾ പോകുമ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ നോക്കാൻ കഴിയും. പക്ഷെ ഇപ്പം ഞാനിപ്പോ 20 വർഷം പോലെ ഗൾഫിലായിരുന്നു. അപ്പൊ ഇവനെ ഇപ്പം ഭാര്യക്ക് ഇതേമാര് നോക്കി 20 വർഷം പോലെ ഒരു നോക്കി ഓർക്കും ഓരോ അസുഖങ്ങൾ വന്നപ്പോഴാണ് കഴിയാതായപ്പോഴാണ് നമ്മൾ പ്രവാസ ലോകം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഞാനൊരു ഓട്ടോറിക്ഷ പഠിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ. പക്ഷെ അതുകൊണ്ട് നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു ബന്ധ കാര്യങ്ങളോ ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും നമുക്ക് കഴിയില്ല. പോയിട്ട് കാര്യമില്ല. നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല.
എന്താണ് നോക്കാനേ ആളില്ലാത്തൊരവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, അതല്ല നമുക്ക് വരുന്നത്. ഇപ്പം മറ്റേ അതിന്റെ ഒക്കെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും ഇതിനൊക്കെ രണ്ടാളെന്തായാലും വേണം, ഒരാളെ കൊണ്ട് സാധിക്കില്ല. അവനെ കുളിപ്പിച്ച് എടുക്കണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണം. ഒരു ദിവസം മോനെ അതായത് മൂത്രവും കാര്യങ്ങളും ഇതൊക്കെ ഇട്ട് രാത്രിയൊക്കെ കട്ടിൽ തന്നെ കിടന്നിട്ട് അപ്പോഴുള്ള മൂത്രം ഒഴിക്കലൊക്കെ എല്ലാം ചെയ്തിരിക്കുന്ന ടൈമിലാണ്. അത് നമ്മൾ കട്ടില്, ഓൻ്റെ ബെഡ്ഷീറ്റ്, പിന്നെ ഓൻ്റെ റൂം ഇതൊക്കെ കഴുകിയെടുക്കുന്നത് ചിലപ്പം ചുമരുമ്പോൾ ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കഴുകിയെടുക്കുമ്പോഴേക്ക് ഒരു 2 മണിക്കൂറെങ്കിലും കഴിയും അവനെ കഴുകിയെടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു മാതാപിതാക്കളാണ് ഇവരെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം പടച്ചോന് ഇങ്ങനത്തെ മക്കളെ നോക്കാൻ ഏൽപ്പിച്ചത് തന്നെ അതൊരു ഭാഗ്യമായിട്ട് കരുതണം. അതായത് ഇങ്ങനത്തെ മക്കളെ നോക്കാൻ പടച്ചോൻ നമ്മളെല്ലാം ഏൽപ്പിച്ചിരിക്കണമെന്നുള്ള അതൊരു ഭാഗ്യമായിട്ട് കരുതണം. അതിനുള്ള പ്രതിഫലം പടച്ചോ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നാളെ അള്ളാഹു തീർച്ചയായിട്ടും നൽകും. അക്കുമോനെ നമ്മളെ കാലശേഷം അവന്റെ കാര്യം എന്താവും എന്നുള്ളതാണ് നമുക്കുള്ള ഒരു വിഷമമുള്ളൂ. കാരണം നമുക്ക് വേറെ അവനെ നോക്കാനും പ്രത്യേകിച്ച് മൂത്ത ആൾക്കാരും ഇല്ല. അപ്പൊ നമുക്ക് അതൊക്കെയാണ് ഒരു വിഷമമുള്ളൂ. കോയമ്പൂനെ എത്ര മക്കളാണ്? 3 ആളാണ്. 3 ആള്. അതിന്റെ ശേഷമുള്ള ഇവര് ഇരട്ടക്കുട്ടികളായിരുന്നു. 2 ഇരട്ടക്കുട്ടി. ഒരാള് 5ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോഴും 2 കുട്ടികൾക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം വയറ്റിൽ ഒരാൾ മരിച്ചു, മരണപ്പെട്ടു. ആ മരണപ്പെട്ടതുകൊണ്ടുള്ള ഒരു പ്രയാസം. പിന്നെ സാധാരണ മരണപ്പെട്ടിട്ടും ഈ ഡോക്ടർമാർ അത് മാസം ചെക്കപ്പിന് പോയിട്ട് കണ്ടില്ലത് അങ്ങനെ കുട്ടി മരിച്ചു കിടക്കില്ല. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഒരു കണ്ടില്ല. ഈ 5ാം മാസം സ്കാൻ ചെയ്യുന്ന സമയത്ത് അവനക്കൊരു കുഴപ്പം, 2 കുട്ടികൾക്കും കുഴപ്പമില്ല. അന്ന് അങ്ങനെ ആകെ 2 സ്കാനിങ്, 9ാം മാസത്തിലും 5ാം മാസത്തിലും. ഈ 9ാം മാസത്തിൽ സ്കാനിങ് 2ാമത് ചെയ്യാൻ ചെന്നപ്പോൾ അന്നത്തെ ദിവസമാണ് ഇവനെ പ്രസവിക്കണത്. അന്നത്തെ ദിവസം പ്രസവിച്ചു. ആ പ്രസവിച്ച് നോക്കുമ്പോഴാണ് ഇവന് മറ്റേ കുട്ടി മരിച്ചത് 2-2.5 മാസം പോലെ ആയി എന്നുള്ളത്. പിന്നെ ഇവന് പ്രസവിച്ച സമയത്ത് ഇവനെ നോർമലായിട്ടുള്ള കുട്ടികളെ സാധാ കുട്ടികളെ മാറ്റി തന്നെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കഴുത്ത് ഉറക്കാതായപ്പോഴാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ അന്ന് തന്നെ ഫസ്റ്റ് തന്നെ പിന്നെ കാണിച്ചത് നമ്മളെ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ ഫസൽ ഗഫൂറിനെ കാണിച്ചത്. ഫുള്ള് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ബോഡിക്ക് മസിലിനൊന്നും കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞില്ലേ 2 കുട്ടികൾ ഒരു കവറിലാണ് ഉള്ളത്. അന്ന് അത് ശ്രദ്ധിക്കണം തന്നെയാണ്. പക്ഷെ ആ മരിച്ചു കിടന്ന കുട്ടി ഇവന്റെ മേത്താ കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവന്റെ ഗർഭപാത്രത്തിൽ തന്നെ ഇവന്റെ നരമ്പുകൾ അത് ശരിയായി കിട്ടാൻ പ്രയാസം എന്നൊന്നും മൂപ്പര് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ശ്രമിച്ച് 10-13 വർഷം പോലെ പല എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടുണ്ട്. ഇനി ഈ കേരളത്തിൽ കിട്ടേണ്ട എല്ലാ ട്രീറ്റ്മെന്റും അവനക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഡോക്ടർമാരാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനക്ക് അത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള പറഞ്ഞു. ഫിസിയോതെറാപ്പിയൊക്കെ അവന് ഒരുപാട് കാലം പോലെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോകലാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ സൂക്കിയിട്ട് സ്കൂളിൽ അവിടെയൊക്കെയാണ് ഫിസിയോതെറാപ്പി. അതുപോലെ എനിക്ക് ടി വി കണ്ടാൽ കളി, അതേമാതിരി പാട്ട് അങ്ങനെയുള്ളതൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമാണ്. ഒരു ടി വി ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ടി വി ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ത് പറ്റി വെച്ചപ്പോൾ കഴിഞ്ഞ ഫ്ലഡില് വെള്ളം കയറിയപ്പോൾ കുറച്ച് താഴ്ന്ന പ്രദേശത്താണ് വീട് വെക്കുന്നത്. അപ്പോൾ ഫ്ലഡിൽ വെള്ളം കയറിയപ്പോൾ ടി വി ഒക്കെ അടിച്ചു പോയി. പിന്നെ ടി വി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇൻഷാല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഇൻഷാല്ല നമുക്ക് ചെയ്തു കൊടുക്കണം. അപ്പം ഇവന്റെ ഒരു ആനന്ദം എന്താണെന്ന് വെച്ചാൽ ടി വി ആണെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ. അതിനോട് ഭയങ്കര അത് എവിടെയെങ്കിലും മൊബൈലിൽ കണ്ടാൽ മതി, അപ്പോൾ തന്നെ അവനക്ക് ഒച്ചുണ്ടാക്കും. ശരി, ഭയങ്കര സന്തോഷമാണ് തന്നെ. ടീം ഭയങ്കര താല്പര്യം. മെസ്സിനെ ഇഷ്ടം? നെയ്മറ? ആരാ ഇഷ്ടം? മെസ്സിയ? അക്കുമോന്റെ ഉമ്മ കഴിഞ്ഞ 25 വർഷം അക്കുവിന്റെ താങ്ങും തണലുമായി നിന്ന ഉമ്മാണത്. അപ്പൊ ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു കുട്ടിയെ ഉള്ളതുകൊണ്ട് ഒരു വക ആരോഗ്യമാണെങ്കിൽ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഒരു രോഗിനെ നോക്കാൻ വെച്ചാൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ ചില സമയത്ത് ഓൻ്റെ ദുരിതം കാണുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടം. മഴക്കാലമായ തണുപ്പോണ്ടിട്ട് ഓനക്ക് തീരെ തണുപ്പ് സഹിക്കാൻ വയ്യ, ചൂടുകാലായാലും ചൂടുകൊണ്ടും വയ്യ. ഇങ്ങനത്തെ ഒരു സങ്കടം നമുക്ക് താങ്ങാൻ പറ്റില്ല. അവനെ നോക്കണതല്ല നമുക്ക് വിഷമം, അവന്റെ ദുഃഖങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖമുള്ളത്. പിന്നെ അള്ളാഹു നമുക്ക് എത്ര സ്വത്ത് തന്നിട്ടും മുതൽ തന്നിട്ടും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ മലമൂത്രം നമുക്ക് പുറത്താക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മളെ ഏറ്റവും വലിയ കഴിവ്. അത് അള്ളാഹു എല്ലാ മനുഷ്യർക്കും കൊടുക്കട്ടെ. ഓനെ നോക്കാൻ എനിക്കും എൻ്റെ ഭർത്താവിനും അള്ളാഹു ആരോഗ്യ ആയുസ്സും ആഫിയത്തും തരട്ടെ. ഞങ്ങളെ ജീവിതകാലം വരെ ഞങ്ങളെ കുട്ടി കിടന്നോട്ടെ. അതിന്റെ ശേഷം അള്ളാഹു ആർക്കും എൻ്റെ മോനെ ദുനിയാവിലെ ഒരു ഭാരമാക്കി അള്ളാഹു കൊടുക്കരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ.
അത് ഇവന്റെ അനിയനാണ് കേട്ടോ. അതാണ് ഇവന്റെ അനിയന് പാച്ചു. ഇപ്പൊ മദ്രസന്ന് വരാ? അത് ശരി. എന്താ കാക്ക എന്തൊക്കെയാ പറയുക എന്നോട്? മദ്രസയിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോവാൻ എന്റെ കാക്ക നടക്കണെന്ന് കൊണ്ടുപോയില്ല. കാക്ക കിടക്കുന്നതുകൊണ്ടല്ലേ പിന്നെ മദ്രസ സ്കൂളിൽ കൊണ്ടുപോകാൻ ആളില്ലാത്തത്. ഞാൻ വരുമ്പോ എന്നെ സ്വീകരിക്കാൻ എനിക്ക് വേറെ ആരില്ലല്ല. ഇപ്പൊ ഇതിന് സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ? കൂടെ എഴുതി കൊടുത്ത 2-3 ആളുണ്ട്. അവർക്കൊക്കെ ബാലൻസ് ഉള്ള പൈസകളൊക്കെ കിട്ടി. 2020 വരെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കിട്ടി. പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനെ കിട്ടിയിട്ട് അതിന് 2017 ശേഷം കിട്ടിയിട്ടില്ല. അപ്പൊ 3 പ്രാവശ്യം ഞങ്ങൾ ഇവനക്ക് തിരുവനന്തപുരത്തേക്കൊക്കെ പേപ്പർ അയച്ചു കൊടുത്തു, അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ ഒരു കാരണം എന്താ പറഞ്ഞത്? കാരണം എന്ന് പറഞ്ഞാൽ അത് എന്താ കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമാണ് ഒരു പറയുന്നത്. ഞങ്ങൾ പേപ്പർ എഴുതി കൊടുത്താൽ നമ്മൾ ചെല്ലുമ്പോൾ ഇത് നിങ്ങൾ പൂരിപ്പിച്ചാണ് എഴുതി കൊടുക്കും, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വിടിയെന്ന് അറിയും. നമ്മളത് എഴുതി കൊടുക്കും. പക്ഷെ പിന്നെയും അതുകൊണ്ട് ഇതുവരായിട്ട് മോനക്ക് ഇപ്പോൾ 2024 ആയില്ലേ, 2017 ശേഷം ഇപ്പോൾ 24 7 വർഷമായി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അധികാരികളോട് പറയാനുള്ളത്, കഴിഞ്ഞ 7 വർഷമായിട്ട് ആശ്വാസകിരണം രീതിയിലുള്ള ഇതുപോലുള്ള മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. അത് തടഞ്ഞു വെച്ചിരിക്കുക. എന്താ കാരണം എന്ന് അവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഈ അധികാരികൾ ഇത്രയും മക്കൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ സംഗതികൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്നാണ് അധികാരികളോട് പറയാനുള്ളത്. അതന്നെ എത്ര കാര്യങ്ങൾ ഇപ്പം കണ്ടില്ല. ഇപ്പം അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അവനക്ക് ആശ്വാസകിരണ പദ്ധതിയിൽ ഇപ്പൊ കഴിഞ്ഞ 7 വർഷമായിട്ട് മുടങ്ങിക്കിടക്കാണ്. അപ്പൊ അതിനുള്ള ഒരു ഇത് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് TV കാണണം എന്നുള്ളതാണ്. ഇപ്പം അതിന്റെ TV അടിച്ചു പോയിക്കണേ. ഇൻഷാല്ല എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ചെയ്തു കൊടുക്കണം. ഇൻഷാല്ല അക്കുവാ ഞങ്ങളൊക്കെ ഉണ്ട് കൂടട്ടാ ഇൻഷാല്ല. അപ്പൊ ഇത്തരം ആൾക്കാരെ എല്ലാ നാട്ടിലും ഉണ്ടാവും. ഇത്തരം ആൾക്കാർ ഒറ്റപ്പെട്ട് കിടക്കണം. അപ്പൊ അവരൊക്കെ ഒന്ന് സന്ദർശിക്കുക. കുടുംബമായാലും നാട്ടുകാരായാലും ചെങ്ങായിമാരായാലും സ്കൂളിലുള്ളവരായാലും മദ്രസയിലുള്ള വിദ്യാർത്ഥികളായാലും ഇത്തരം ആൾക്കാരെ എപ്പോഴും പരിഗണിക്കുക. അവരെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാൻ പോവുക. കാരണം ഇവന്റെ മുഖം കണ്ടപ്പോൾ ചിരി കണ്ടില്ല, ചിരിക്കി കണ്ടില്ല. ഞങ്ങൾ വന്നപ്പോൾ ഒരു സന്തോഷം കണ്ടു നോക്കി. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇത്ര എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുന്ന ടൈമിൽ ഒന്ന് വന്ന് കണ്ട് ഒന്ന് ഹാപ്പി ആക്കിയാൽ വളരെ വലിയൊരു വീട്ടുകാർക്കും ഒരു സമാധാനം, നമ്മളെ ഇവനക്കും ഒരു സമാധാനം കിട്ടും. കാരണം എന്താണ്, കുറെ കാലങ്ങളോളായി പുറം ലോകം കാണാതെ ഇങ്ങനെ കിടക്കുന്ന ഒരാള് എല്ലാ നാട്ടിലും ഉണ്ടാവും. അപ്പൊ അത്തരം ആൾക്കാരെ എല്ലാവരും പരിഗണിക്കാം അല്ലേ? വേറെന്താ, ഞങ്ങൾ പോട്ടെന്നാല് അല്ല പോകാന്ന് ആള് ചിരിക്കാണ്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. കൈ തരുന്നുണ്ട് ഞങ്ങൾ. ഇത് പോരെ, ഇത് മതി നമുക്കല്ലേ? പോട്ടെങ്ങള് അക്കുവാ പോട്ടെ പറഞ്ഞേ പിന്നെ കാണട്ടാ. അസ്സലാമലൈക്കും. ഉണ്ടല്ലേ ഒരു നിങ്ങൾ വന്നു പോയപ്പോഴേക്കും എനിക്ക് അസ്മാരം ഇളകി. എന്താ അറിയില്ല, അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാലിങ്ങനെ ഒന്നും ചെയ്യുന്നു.